ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗം. പ്രാർത്ഥനയാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ പ്രമേയം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുന്നവൻ കണ്ടെത്തും; മുട്ടുന്നവന് തുറന്നു കിട്ടും. ഈ ലോക ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നാം ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയും വൃഥാവിലാകില്ലെന്നും നിന്റെ കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കുമെന്നുമൊക്കെ വാഗ്ദാനം ചെയ്യുന്ന അതേ തമ്പുരാൻ എന്ന് നമ്മളോട് വ്യക്തമായി ആവശ്യപ്പെടുകയാണ്. ചോദിക്കുമ്പോഴേ നിനക്ക് കിട്ടും; അന്വേഷിച്ചാലേ നിനക്ക് കണ്ടെത്താനാകും; മുട്ടിയെങ്കിലേ നിന്റെ മുമ്പിൽ കവാടങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ. ദൈവം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവനെ സഹായിക്കും എന്ന ചിന്ത ഈശോ ഖണ്ഡിക്കുകയാണ്. ഭഗ്നാസരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം. അവിടുന്ന് ഉദാഹരണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു. തൻ്റെ മകന് വേണ്ടി 32 വർഷം പ്രാർത്ഥിച്ച മോനിക്ക പുണ്യവതി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബത്സേദ കുളക്കരയിൽ 38 വർഷമായി തളർവാദം പിടിപെട്ട രോഗി പ്രതീക്ഷയോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി കുളക്കരയിൽ ജീവിതം നീക്കുകയാണ്. 100 വർഷം കഴിഞ്ഞ സക്കറിയായും എലിസബത്തും തങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന പ്രാർത്ഥന ഒരിക്കലും നിർത്തിയിരുന്നില്ല. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നവയൊക്കെ ഇന്നോ നാളെയോ നമുക്ക് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിനക്ക് അർഹതയുള്ള സമയത്ത് അവൻ നിന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനകളും ഉത്കണ്ഠകളും ആകുലതകളുമെല്ലാം അവൻ്റെ കുരിശിൻ്റെ താഴെ നീ അർപ്പിക്കുക; തക്ക സമയത്ത് നിന്നെ അവൻ ഉയർത്തും. ജീവിതത്തിൽ ദൈവം തരുന്ന ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പ്രത്യാശയും അതാണ്, പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തിലെ ഈശോ വ്യക്തമായി സൂചിപ്പിക്കുന്ന മറ്റൊരു ചിന്തയുണ്ടല്ലോ: ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ തിയറി തെറ്റിപ്പോയോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന അമ്മയുടെ വാക്കുകൾ ഈ ഒക്ടോബർ മാസം നമ്മുടെ കർണപടങ്ങളിൽ മാറ്റൊരുകൊള്ളണം. അവൻ പറയുന്നത് പോലെ ചെയ്യുന്നവനാണ് മാനസാന്തരത്തിൻ്റെ വഴി തേടി പാപവഴികൾ ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോകുന്നവനാണ് ദൈവ സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുക എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് എന്നെക്കുറിച്ച് കരുതലുള്ള ഒരു അപ്പൻ മകൻ അപ്പം ചോദിച്ചാൽ, മീൻ ചോദിച്ചാൽ തേളിനെയും പാമ്പിനെയും കൊടുക്കില്ല എന്ന് ഉറപ്പുള്ള ലോകത്തിലെ അപ്പന്മാർ നല്ല കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ സ്വർഗസ്നായ പിതാവ് നിങ്ങളുടെ കാര്യത്തിൽ അതിലേറെ ശ്രദ്ധാലുവാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കുക. ആ വചനത്തോട് നീതി പുലർത്തി, വിശ്വസ്തത പുലർത്തി, വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രാർത്ഥനയിൽ അസ്വസ്ഥരാകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ നിരാശ തോന്നാതിരിക്കാൻ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് യാചിക്കാം. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാമെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.